ഹെഡ്ഗേവാർ വിവാദത്തിൽ പാലക്കാട് നഗരസഭയിൽ ഇന്ന് നടന്നത് കൂട്ടയടിയാണ്. തെറിവിളിയും തമ്മിലടിയുമായി ബി.ജെ.പി, കോൺഗ്രസ്, CPM കൗൺസിലർമാർ നടുത്തളത്തിൽ ഇറങ്ങി. എല്ലാം TV ക്യാമറകൾക്ക് മുന്നിലായിരുന്നു. പോലീസിന് വളരെ പണിപ്പെടേണ്ടി വന്നു രംഗം ശാന്തമാക്കാൻ. ഇതിനിടെ ബഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് മാറ്റില്ലെന്ന് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പ്രഖ്യാപിച്ചു. അതിനിടെ നഗരത്തിലെ ജിന്ന സ്ട്രീറ്റിന്റെ പേര് മാറ്റി ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിടുമെന്നും ബി.ജെ.പി പ്രഖ്യാപിച്ചു. ന്യൂസ് പ്ലസിന്റെ അടുത്ത സംവാദ വിഷയം ഇതാണ്: നഗരസഭയിലെ തല്ലുമാല. പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനും ബി.ജെ.പി നേതാവുമായ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് തത്സമയം ചേരുകയാണ്. സ്വാഗതം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ഇന്ന് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ വലിയ തല്ലാണ് അവിടെ നടന്നത്. ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള കയ്യാങ്കളിയും തല്ലുമൊക്കെ ശരിയാണോ? നമസ്കാരം. ക്യാമറകളുടെ മുന്നിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നത് 100% ഞാനും ആ വാദം തന്നെയാണ് മുന്നിൽ വെക്കുന്നത്. ഏപ്രിൽ 11-ാം തീയതിയാണ് ഈ ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെ തറക്കല്ലിട്ടത്. ആ തറക്കല്ലിട്ട ദിവസം അവിടെ ആരാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന് ജനങ്ങൾ കണ്ടതാണ്. ഇന്ന് കൗൺസിൽ നടക്കുന്ന മുന്നോടിയായി അവിടെ ആരാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത് എന്ന് വളരെ വ്യക്തമാണ്. അതായത് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സൻ്റെ ഡയസിലേക്ക് കയറി എന്ന് മാത്രമല്ല, അതിലൊരു കൗൺസിലർ അവരുടെ മേശയുടെ മുകളിൽ കയറി ഇരിക്കുന്ന സംഭവം വരെ ഉണ്ടായി. അവരെ ആക്രമിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. ചെയർപേഴ്സൻ്റെ മുടി പിടിച്ച് വലിച്ച് അവരെ വലത് തോളിൽ അവരുടെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ കൗൺസിലർമാർക്ക് അറിയാം. അവിടെ തന്നെ നോക്കി അവരെ കുത്തുന്ന വിധത്തിലുള്ള ഒരു സംഭവം നടന്നതായിട്ടും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു പേരിനെ ചൊല്ലിയിട്ടല്ല. പാലക്കാട് നഗരത്തിൽ നടക്കുന്ന വികസനം എങ്ങനെ മുടക്കാം എന്ന് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം പാലക്കാട് നഗരസഭ ഇന്ന് ഏറ്റവും നല്ല വേഗത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി പോകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കേരളത്തിലെ 87 നഗരസഭകളിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ ഫണ്ട് ചെലവഴിച്ച് 1-ാം സ്ഥാനത്തെത്തിയ നഗരസഭയാണ് പാലക്കാട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലില്ല. ആദ്യത്തെ ഇത് ഞാനൊന്ന് പറയുന്നൊരു സംഗതി, ഇത് ബഡ് സ്കൂൾ അല്ല. ഇത് പാലക്കാട് നഗരത്തിൽ വസിക്കുന്ന ഏതാണ്ട് 250-270ഓളം വരുന്ന ഭൗതിക ഭിന്നശേഷി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രമാണ്. കേരളത്തിൽ ആദ്യത്തെ പദ്ധതിയാണ് ഒരു നൈപുണ്യ വികസന കേന്ദ്രം. അതായത് ദിവ്യാംഗരായിട്ടുള്ള ആളുകൾ, ഭൗതിക ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ഭാവി ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് UDF-ഉം LDF-ഉം. പദ്ധതി വരാൻ പാടില്ല. കാരണം അവർ തന്നിട്ടുള്ള പരാതി വളരെ വ്യക്തമായിട്ട് അവിടെ ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പേരിന്റെ പേരിൽ ഇങ്ങനെ ബി.ജെ.പി പിടിവാശി പിടിക്കുന്നത്? അവിടെ ഏതെങ്കിലും ബി.ജെ.പി നേതാക്കന്മാരുടെ പേരിട്ടാൽ ആരും ഇവിടെ വിമർശനം ഉയർത്തില്ല. ഇത് RSS സ്ഥാപകന്റെ പേരിടുന്നു എന്നുള്ളിടത്താണ് ഈ വിമർശനം ഉയർത്തുന്നത്. RSS സ്ഥാപകൻ ഞങ്ങൾക്കാരാണ് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഇവിടെ ഏതെങ്കിലും ബി.ജെ.പി നേതാവിൻ്റെയോ മുൻ പ്രധാനമന്ത്രിമാരുടെയോ ഒക്കെ പേരിടുന്നുണ്ട്. ഇപ്പോൾ വാജ്പേയിയുടെ ആരുടെയെങ്കിലും പേരിടുന്നത് അവർക്ക് പ്രശ്നമില്ല എന്ന് അവർ പരസ്യമായി പറയുകയാണ്. അപ്പോൾ ഈ പേരിന്റെ പേരിൽ ഇങ്ങനെ അടിയുറച്ചു നിന്ന് ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചതാരാണ്? അല്ല, ഇത് ആരാ വാശി പിടിക്കുന്നത്? ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സമര സേനാനിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. 1919 അദ്ദേഹം അമൃത്സർ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് മോട്ടിലാൽ നെഹ്റു അദ്ദേഹത്തെ സ്വീകരിച്ച ഒരു സന്ദർഭം നമ്മൾ കണ്ടിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആണെന്നും ഇദ്ദേഹം ഒരു ദേശീയവാദിയാണെന്നും ഇദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഈ
രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ആളാണെന്ന് വളരെ സുവ്യക്തമായിട്ട് EMSന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് എഴുതുന്നതിൽ ആർക്കാ എതിർപ്പ്? ആരാണ് ഹെഡ്ഗേവാർ എന്ന് ഇവർ ചോദിക്കുന്ന സമയത്ത് ഇവരത് പഠിക്കാത്തത് കൊണ്ടാണ്. RSS സ്ഥാപിച്ചതിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നോ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. എന്ന് മാത്രമല്ല, ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിന് എതിർത്ത് നിന്ന ആൾ കൂടിയാണ് ഹെഡ്ഗേവാർ. അതും ചരിത്രത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്ര കണ്ട് ഹെഡ്ഗേവാറിനോട് പ്രശ്നം. അല്ലല്ല, അവർക്ക് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം നിങ്ങളോട്. ഇവിടെ പാലക്കാട് നഗരത്തിൽ ഈ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് പോലും മനസ്സിലായത്, ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ ജിന്നയുടെ പേരുണ്ടെന്ന്. മുഹമ്മദ് അലി ജിന്നയുടെ പേര് നമ്മുടെ ഭാരതത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ ഈ പറയുന്ന ഈ രാജ്യത്തെ വിഭജിച്ച ആളുകളുടെ പേര് നൽകിയിട്ടുണ്ട്. പിന്നെയാണ് എതിർക്കുന്നത്. ഇതില് അല്ലല്ല, ഞാൻ എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിൽ നിയമവിരുദ്ധമായിട്ട് എന്താണ് ഉള്ളത് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? നിയമവിരുദ്ധമായി ഒന്നും തന്നെയില്ല. പക്ഷേ അതൊരു വൈകാരിക പ്രശ്നമാണ് എന്ന് താങ്കൾക്കും മനസ്സിലാകുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കാതിരുന്ന ഒരാൾക്ക് പ്രേരണ കൊടുത്ത ആളാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയെ അത് തെറ്റാണെന്ന്. അതെങ്ങനെയാണ് തെറ്റാകുക? അത് രേഖകളിലില്ലേ? നിങ്ങൾ പറയുന്നതല്ലേ ദേശീയ പതാക അംഗീകരിച്ചില്ല, അത് നിങ്ങൾ പറയുന്നതല്ലേ? അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ അന്തരിച്ചു. നിങ്ങൾ മുമ്പത്തെ ഒരു ചർച്ചയിൽ വലിയൊരു അബദ്ധം പറഞ്ഞു, ദയവായിട്ട് അത് ആവർത്തിക്കരുത്. ഇതിന് മുമ്പത്തെ ചർച്ചയിൽ തന്നെ നിങ്ങൾ വലിയൊരു അബദ്ധം പറഞ്ഞിരുന്നു. നിങ്ങൾ അദ്ദേഹം പങ്കെടുത്തോ എന്ന് ചോദിച്ചു. 40-ൽ അന്തരിച്ച ആള് 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തോ എന്ന് നിങ്ങൾ മുമ്പ് ചോദിച്ചതാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ബദൽ ദേശീയ പതാക അദ്ദേഹം ഉയർത്തിയിട്ടില്ലേ? അദ്ദേഹം 1940-ൽ അന്തരിച്ചു. RSS പങ്കെടുത്തിരുന്നില്ല, ബഹിഷ്കരിച്ചിരുന്നു. 1940-ൽ അന്തരിച്ച ആള് ദേശീയ പതാക അടിസ്ഥാനത്തിൽ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ഞാൻ പറഞ്ഞത് 1929-ലെ ലാഹോർ കോൺഗ്രസിൽ ത്രിവർണ്ണ പതാക ഉയർത്തണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ അതിൽ എതിർത്ത ആളാണ്, ത്രിവർണ്ണ പതാക ഉയർത്താതിരുന്ന ആളാണ്, കാവിക്കൊടി ഉയർത്തണം എന്ന് പറഞ്ഞ ആളാണ് ഹെഡ്ഗേവാർ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1930-ൽ നിങ്ങൾ പറയുന്ന 29-ൽ ഭാരതത്തിനൊരു ദേശീയ പതാക ഉണ്ടായിരുന്നില്ല. ദേശീയ പതാക ത്രിവർണ്ണ പതാക ഉയർത്തണം എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലാക്കുക, ത്രിവർണ്ണ പതാക ഉയർത്തണം എന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. പതാകയല്ലെന്ന്. അത് ഭാരതത്തിന്റെ പതാക ഏത് വർഷത്തില് വന്നത്? എന്റെ സഹോദരി, ദയവായിട്ട് ഈ പറയുന്ന ഈ ചർച്ചയിൽ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഈ ഒരു ചർച്ച ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു അപേക്ഷയുണ്ട്. കാവിക്കൊടി ദേശീയ പതാക ഉയർത്തണമാണ് എന്ന് പറഞ്ഞ ആളാണ്. അതായിരിക്കും വൈകാരിക പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞതാണ്. ചർച്ചകൾ നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എൻ്റെ സഹോദരി ഒന്ന് കേൾക്കണം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏത് കൊടി വേണം, ഏത് പതാക വേണം, പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്ന് ത്രിവർണ്ണ പതാക എന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ ദേശീയ പതാക എന്നാണ് ഇതിലൊരു അംഗീകാരം കിട്ടുന്നത്? 1947-ലല്ലേ കിട്ടുന്നത്. അപ്പൊ ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇപ്പൊ നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ട്വീറ്റുകളും അവരുടെ പ്രസംഗങ്ങളും പാകിസ്ഥാനിൽ വലിയ ഹിറ്റാ. പാകിസ്ഥാനിലെ ജനങ്ങളെ മുഴുവൻ ഈ പറയുന്ന രീതിയിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോൺഗ്രസ്സുകാരും ചില ചാനലുകാരും പുറപ്പെട്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പേര് പിന്നെ എന്തുകൊണ്ടാണ് രാജ്യത്ത് ഒരു സ്ഥാപനങ്ങൾക്ക് തന്നെ BJP കൊടുത്തിട്ടില്ല? ഞാനൊരു കാര്യം ഇവിടുത്തെ BJP ഇത്രയും കാലമായി ഭരിക്കുന്നു. ചോദിച്ചോട്ടെ, ഹെഡ്ഗേവാറിന്റെ പേരുള്ള എത്ര സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ സർവകലാശാലയിൽ അവിടെ ഒരു ചെയർ ഇല്ലേ ഹെഡ്ഗേവാറിന്റെ പേരിൽ? ഒട്ടനവധി സ്ഥാപനങ്ങൾ, ആശുപത്രികൾ അദ്ദേഹത്തിന്റെ പേരില്ലേ?
പൊതുപണം ഉപയോഗിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, എത്ര പേരുണ്ട്. പൊതുപണം ഉപയോഗിച്ച് ഹെഡ്ഗേവാറിന്റെ പേര് നിങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ലല്ലോ. എവിടെയാണ് പൊതുപണം ഉപയോഗിച്ച് പൊതുപണം ഉപയോഗിച്ച് രാഘവൻ ഇന്നേ വരെ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാതിരുന്ന അഴിക്കോടൻ രാഘവന്റെയും കൃഷ്ണപിള്ളയുടെയും പേരിടുന്നതിൽ നിങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ലല്ലോ. പൊതുപണം ഉപയോഗിച്ച് എവിടെയാണ് അവരുടെ പേരിട്ടത് കൃഷ്ണദാസ്? മലപ്പുറം നഗരസഭയിലെ വാര്യംകുന്നന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാൾ ആരുടെ പേരില്ല? ഒന്ന് അന്വേഷിച്ച് നോക്കൂ. നഗരസഭയിലെ പണിയെടുത്തിരിക്കുന്നത് അവിടെ. ഈ നിങ്ങൾ തന്നെ പറയുന്നു നഗരസഭയുടെ പദ്ധതികളെ അട്ടിമറിക്കാൻ വേണ്ടി മലപ്പുറം നഗരസഭ മുനിസിപ്പാലിറ്റി പണിതിട്ടുള്ള ടൗൺ ഹാൾ ആരുടെ പേരില്ല? അപ്പൊ ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയുണ്ടാകാൻ വേണ്ടി കോൺഗ്രസും LDFും ചില മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഡോക്ടർ ഹെഡ്ഗേവാർ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും എന്ത് പേരിടണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്, പ്രതിപക്ഷമാണോ തീരുമാനിക്കുന്നത് എന്ത് പേരിടണം എന്നുള്ളത്? ഈ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള നടക്കുന്നത് ഒരു പേരിന്റെ പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിടന്ന് അടി കൂടിയത്? ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിടന്ന് അടി കൂടിയത് തന്നെ അടി ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടതല്ലേ. ആരാണ് അവിടെ തറക്കല്ലിടുന്ന ദിവസം അവിടുത്തെ ശിലാഫലകം തകർത്തത് ആരാണ്? ആ മീറ്റിംഗ് അലങ്കോലമാക്കിയത് ആരാണ്? ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സന്റെ ഡയസിന്റെ മുകളിൽ കയറി താണ്ഡവമാടിയത് ആരാണ്? ദയവായിട്ട് താങ്കളുടെ ചാനൽ പകർത്തിയിട്ടുള്ള ചിത്രങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി ഇവരൊക്കെ ഏത് പാർട്ടിക്കാരാണ് എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതിലെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ